ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജയം ജെറി. 4 കിഡിലൻ സിനിമകളുടെ അപ്ഡേറ്റാണ് പറയുള്ളത്. ആക്ച്വലി 4 സിനിമകളുടെ അപ്ഡേറ്റ് ആണ് പറയാനുള്ളത്. ഗംഭീര അപ്ഡേറ്റ് ആണ്. മമ്മൂക്കേന്റെ സിനിമയെ കുറിച്ച് ലാസ്റ്റ് പറയാം. ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ത്രില്ല്. ഇതിൽ ആദ്യം പറയുന്നത് കാന്ത എന്ന് പറഞ്ഞുള്ള സിനിമയാണ്. ദുൽഖർ സൽമാന്റെ നെക്സ്റ്റ് പാൻ ഇന്ത്യൻ മൂവി. നമ്മൾ അതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ലുക്ക് പുള്ളിക്കാരന്റെ വന്ന സമയത്ത് കിട്ടുന്ന സാധനമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അത് നായികയുടെ ഫസ്റ്റ് ലുക്ക് എന്ന് റിവീൽ ചെയ്യുന്നു പറഞ്ഞിരുന്നു. വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് വന്നിട്ടുള്ള സാധനമാണ്. എന്തായാലും ഇതാണ് പോസ്റ്റർ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗി തോന്നുന്ന ഒരു കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര കുലീനയായ ഒരു സുന്ദരിയായ കുട്ടി. പേര് ഭാഗ്യശ്രീ ബോസ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും സ്പിരിറ്റ് മീഡിയ ആൻഡ് വേഫർ ഫിലിംസും ഇതിലെ പ്രൊഡക്ഷനിലെ ഭാഗമാണ്. ചെക്കൻ കയറി കൊളുത്താണ് മക്കളെ. ദുൽഖർ സൽമാൻ ആൻഡ് ഭാഗ്യശ്രീ ബോസ് ഇൻ കാന്ത എന്ന് കൊടുത്തിട്ടുണ്ട്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ സെൽവമണി സെൽവരാജ്. സോ കാന്തയിലെ നായികന്റെ ലുക്കാണിത്. നല്ല ഭംഗിയുള്ള കുട്ടി. ദുൽഖർ ഭയങ്കരമായിട്ട് മാച്ച് ആവുന്ന കുട്ടി തന്നെയാണ് തോന്നുന്നത്. നല്ല രസകരമായിട്ടുള്ള കുറെ റൊമാൻറ്റിക് മൊമെന്റ്സ് ഈ സിനിമയിലൂടെ നമുക്ക് തരും എന്ന് തോന്നുന്നു. കാരണം നല്ല ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു പിക്ക് അല്ലെ. ഭയങ്കര കണ്ടാൽ തന്നെ നമുക്കൊരു, ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഈ ലുക്ക് പെട്ടെന്ന് കാണുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഫ്രെയിംസ് ഒക്കെ കണ്ടിരുന്നത് നമ്മുടെ കുറച്ചു മുമ്പ് ഒന്നില്ല പടം സീതാരാമം. എങ്ങനെ മറക്കുന്നു, എന്ത് രസമായിരുന്നു ആ പടം കാണാൻ. അപ്പൊ സീതാരാമത്തിലെ ആ ഒരു നായകനെ പ്രസന്റ് ചെയ്തിരിക്കുന്ന ചില പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ ഇതുപോലെ ആയിരുന്നു. അത്തരത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്റെ ഫീൽ എനിക്ക് പറഞ്ഞുകൂടി വല്ല. അടുത്തത് മരണമാസ്. അതായത് ബേസിൽ ജോസഫ് കുറച്ച് കാലങ്ങളായിട്ട് എന്തെങ്കിലും ഇന്റർവ്യൂലോ അല്ലെങ്കിൽ പ്രോഗ്രാമിനൊക്കെ തലയിൽ തൊപ്പിട്ടാ വന്നിരുന്നത്. ആ തൊപ്പിന്ന് മാറ്റി അത് മാറ്റാൻ പറ്റൂല കാരണം പുള്ളി ഒരുമാതിരി ഉമ്മാട്ടികളെ കളിച്ചോണ്ടിരുന്നിരുന്നു അവിടെ. അതിന്റെ കാരണം ഇതാണ്. എങ്ങനെയുണ്ട് പോസ്റ്റർ? ഒരു പഴം. ആള് എല്ലാവരും പഴമാണെന്നുള്ള പറയുന്നത്. അതിന് മരണമാസം എഴുതിയിട്ടുണ്ട്. ആൻഡ് ലുക്ക് ഇതുവരെ ബേസിൽ നമ്മളിങ്ങനെ കണ്ടിട്ടില്ല. എന്റെ മോനെ എന്താ പറയാ, കണ്ണാപ്പി എന്നൊക്കെ പറഞ്ഞ കണ്ണാപ്പി പ്രോമാക്സ് വേർഷൻ. മുടി ഇങ്ങനെ ചെമ്പി വെച്ചിട്ട് മഞ്ഞ കളറാണ് ഇതിന്. ഇവിടെയൊക്കെ കട്ട് ബേസിലെ കാണുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട്. എനിക്ക് അങ്ങനെ വരുന്നുണ്ട്. മീശ കളഞ്ഞിട്ട് താടി മാത്രം വെച്ചിട്ട്. അത് 2025 എത്തിയിട്ടില്ല ഇപ്പോഴും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് സിഗ്മ മെയിൽ എന്ന് എഴുതിയിട്ടുണ്ട്. ടൊവിനോ തോമസ് പ്രൊഡക്ഷൻസ്. അവിടെയാണ് കാര്യം. കുറച്ച് കാലങ്ങളായിട്ട് ഏത് പോസ്റ്റ് നോക്കിയാലും പ്രൊഡ്യൂസർ പൈസ ഒന്നുമില്ല, പ്രൊഡ്യൂസർ അങ്ങനെ. ഇവരിപ്പോ ഫുൾ കുട്ടിക്കളി മാറാത്ത മാതിരി കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുക. നല്ല രസമാണ് കാണാനും. അതിന്റെ കുറെ ട്രോൾസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. എന്തായാലും ബേസിൽ ജോസഫ്, സിജു സണ്ണി, പിന്നെ അനീഷ്മ, അതാരാണ്, രാജേഷ് മാധവൻ, സുരേഷ് കൃഷ്ണ, ബാബു ആന്റണി, പിന്നെ ശിവപ്രസാദാണ് ഡയറക്ഷൻ. പ്രൊഡക്ഷനിൽ ഇതേപോലെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ ലുക്കിലാണ് വന്നിട്ടുള്ളത്. ഡു യു സ്കിബിഡിസ്? എന്താ സ്കൈബിഡിസ്? അതെന്താ എനിക്കറിയില്ല കേട്ടോ. എന്താണ് നമ്മളൊക്കെ എന്തായി ഭായി. നോ ഹൂ ഹി റിയലി ഈസ്. മരണമാസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ലുക്ക് ഇതാണ് വന്നിട്ടുള്ളത് പുള്ളിക്കാരനെ വെച്ചിട്ട് തന്നെ. അപ്പൊ അതൊരു സംഗതി. ഇനി പറയാനുള്ളത് കിടിലൻ സാധനമാണ് മക്കളെ. ഭയം, ഭക്തി, ബഹുമാനം. ദിലീപേട്ടന്റെ വരാനിരിക്കുന്ന ഗംഭീര സിനിമയാണ്. ആദ്യം വന്നിട്ടുള്ള പോസ്റ്റർ അടിപൊളിയായിരുന്നു. രണ്ടാമതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ അത് കണ്ടപ്പോൾ ചെറിയ രീതിയിൽ സ്ഥിരം പരിപാടിയാണെന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അത് പാടെ മാറ്റിയിരിക്കുകയാണ് വിനീത് ശ്രീനിവാസന്റെ ഒരു സാധനം തന്നിട്ട്. ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് ലുക്ക് ടൈറ്റ്, എന്താ പറയാ, ഈ ഫസ്റ്റ് ലുക്കിന്റെ ഒരു വീഡിയോ ഗ്ലിംസ് ആയിട്ട് അവർ തന്നിരുന്നു. ഞാൻ ആ ഗ്ലിംസ് ആയിട്ടൊന്നും വെക്കുന്നില്ല, പക്ഷെ ലുക്ക് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നോ മോർ ക്രിഞ്ച്, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. കാരണം പുള്ളി ലാസ്റ്റ് ചെയ്ത ഒരു പടത്തോട് കൂടി ക്രിഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു വൻ കളിയാണ് ക്രിഞ്ചിന്റെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും അതിന് മുമ്പ് ഹൃദയം വരെ ട്രോളി തുടങ്ങിയ ആൾക്കാർ വർഷങ്ങൾക്ക് ശേഷം. അപ്പോ അങ്ങനെ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മക്കളെ നോ മോർ ക്രിഞ്ച് എന്ന സാധനം തന്നെ. ആക്ച്വലി പുള്ളിക്കാരൻ ചെയ്യുന്ന അഭിനയത്തിൽ ഉണ്ണി മറ്റേ അസോസിയേഷൻ ഉണ്ടല്ലോ, അത് മുകുന്ദനുണ്ണി അസോസിയേറ്റ്. അപ്പൊ അതിൽ തന്നെ ക്രിഞ്ചൊക്കെ പുള്ളി എടുത്ത് മാറ്റിയിട്ടുണ്ട്. അഭിനയത്തിൽ വേറെ ലെവലാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും ഈ പടം ഡയറക്ഷന്റെ പേരിൽ ക്രിഞ്ച് എന്ന് പേര് കേട്ടുകൊണ്ടിരിക്കുന്ന പുള്ളിക്കാരൻ ഇനി നോ മോർ ക്രിഞ്ച് എന്ന് എഴുതിയിട്ടുണ്ട്. നല്ല ചോരയൊക്കെ ഒളിച്ചിരുന്ന ഒരു സൈക്കോന്റെ ഒരു വേർഷൻ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അതിന്റെ ഇവിടെ എഴുതിയിട്ടുള്ളത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനി മുതൽ നോ മോർ ക്രിഞ്ച്. വി ഗീവ് യു ഗൺസ് നോട്ട് റോസസ്. ഗൺസ് ആൻഡ് റോസ് എന്ന് പറഞ്ഞ പോലെ റോസ് ഇല്ല, അത് ഇൻ ദിസ് വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ളത്. റോസിന്റെ പരിപാടിയില്ല, ഗൺസ്, ഓൺലി ഗൺസ്. നോ മോർ ക്രിഞ്ച് ഹാഷ്ടാഗ് പ്രസന്റിങ് എ ബ്രാൻഡ് ന്യൂ വിനീത് ശ്രീനിവാസൻ ഇൻ ബ്രാൻഡ് ന്യൂ വിനീത് ശ്രീനിവാസൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. വർത്ത് വർമ്മ വർത്ത്
ഇനി പറയാനുള്ളതാണ് മക്കളെ കാത്തിരിക്കുന്ന സാധനം. ജിതിൻ കെ ജോസ് ഫിലിമായിട്ടുള്ള മമ്മൂട്ടി പ്രൊഡക്ഷൻസിന്റെ മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ ചിത്രം. ഇതിന്റെ താഴെ എഴുതിയിട്ടുള്ളത് ആദ്യം പറയാം. ഫൈനലി ദ ടൈം ഹാസ് കം. സമയത്തിരിക്കാണ്. റിവീലിംഗ് ദ ടൈറ്റിൽ ആൻഡ് ഫസ്റ്റ് ലുക്ക് ഓഫ് മമ്മൂട്ടി കമ്പനീസ് പ്രൊഡക്ഷൻ നമ്പർ 7 ഡയറക്റ്റഡ് ബൈ ജിതിൻ കെ ജോസ് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ടൈം പറഞ്ഞിരിക്കുന്നത് 6 PM IST ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. നാളെ 6 മണിക്ക് ടൈറ്റിൽ ആൻഡ് ഫസ്റ്റ് ലുക്ക്. ടൈറ്റിലും ഉണ്ട്, ഫസ്റ്റ് ലുക്കും ഉണ്ടാവും. മമ്മൂക്കിന്റെ ഫസ്റ്റ് ലുക്കും ഉണ്ടാവും, പടത്തിന്റെ പേരും ഉണ്ടാവും. അല്ലെ? അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഈ സാധനം പറഞ്ഞിട്ടുണ്ട് തന്ന സാധനം കണ്ടിട്ടൊന്നും മനസ്സിലാവണില്ല. അപ്പൊ ഇത് എന്തായിരിക്കും പടം എന്നൊക്കെ തോന്നുന്നത് എനിക്ക്. ഇവിടെ ഒരു ജീപ്പ് ഉണ്ട്. പോലീസ് ജീപ്പാണോ? അല്ല. ബാക്കിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അയാൾക്ക് വഴി അറിയില്ല, എങ്ങോട്ടാ പോണ്ടേന്ന് അറിയില്ല. ആ രീതിയിലാണ് കൊടുത്ത്. ഇതെന്താ ഇതിൽ എഴുതിയിട്ടുണ്ടോ? ഇതിൽ എനിക്കറിയില്ല. എഴുതിയ പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഇല്ല, എന്തായാലും വഴി അറിയാതെ നമ്മൾ ആ സംഭവം ഉണ്ടല്ലോ, ഈ ഹൈഡ് ആൻഡ് സീക്ക് പോലത്തെ സാധനങ്ങളൊക്കെ കാണിക്കുമ്പോൾ പോലത്തെ ആ വഴി അറിയാതെ ഈ വഴിയിലേക്ക് നേർവഴിയിലേക്ക് പോകണം. അപ്പൊ അയാൾ അവിടെ കിളി പാറിയിരിക്കുന്നുണ്ട്. അയാൾ നിന്നും വണ്ടിയിലേക്കുള്ള ദൂരം എന്നുള്ള രീതിയിൽ അവിടെ കുറച്ച് സമയം കൊടുത്തിട്ടുണ്ട്. പാരലായിട്ട് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഒക്കെ ഡീകോഡും ചെയ്യുന്ന ആൾക്കാർ ചെയ്തോളും. വണ്ടിയുടെ ലൈറ്റിൽ ഒരു ഷൂ കാണുന്നുണ്ട്. ഷൂവിന്റെ ആളെ അവിടെ കാണിച്ചില്ല. മമ്മൂക്കി ആയിരിക്കാം. അപ്പൊ അതായിരിക്കും മിക്കവാറും നമുക്ക് റിവീൽ ചെയ്യുന്നത്. നമുക്ക് ലുക്ക് അവിടെ കാണിച്ചിട്ടില്ല, നാളെ കാണിക്കുന്ന രീതിയിലായിരിക്കാം. അതിന്റെ 7 വശം അവിടെ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ എന്താണെന്ന് എനിക്ക് സത്യത്തിൽ മനസ്സിലാകുന്നത് 8 കാലിയാണ്. ബട്ട് അതൊരു മെക്കാനിക്കൽ 8 കാലി പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സാധനം അവിടെ തോന്നുന്നുണ്ട്. അപ്പൊ ഈ ജിതിൻ കെ ജോസ് മൂവി എന്ന് പറഞ്ഞാൽ മമ്മൂക്ക നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറിനെയാണ് ചെയ്യണമെന്നുള്ള എല്ലാവർക്കും അറിയാം. മൂട്ടിയൊക്കെ ഫുൾ ഇങ്ങനെ മേലൊക്കെ വഴഞ്ഞു വെച്ചിട്ട് ജസ്റ്റ് എന്താ പറയാ, ലൊക്കേഷൻ സ്റ്റിൽസ് പോലും ഗംഭീരമായിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് മമ്മൂട്ടി കമ്പനി ആയതുകൊണ്ട് തന്നെ പേഴ്സണലി എനിക്ക് ഒരു മിനിമം ഗ്യാരണ്ടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു നല്ല ഗംഭീരമായ ഒരു ലുക്കും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ പറയാൻ പറ്റില്ല, കാരണം നമുക്ക് കണ്ടാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. മമ്മൂട്ടി കമ്പനിയാണ് എന്നുള്ളതുകൊണ്ട് ഒരു ഗംഭീര ലുക്കിന് തരണം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മമ്മൂട്ടി കാലങ്ങളായിട്ട് ഇപ്പൊ കുറച്ചായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മാതിരി ഞെട്ടിക്കലാണ്. ആൻഡ് ഇതും ഒരു ഗംഭീര ഞെട്ടിക്കലാവട്ടെ, ഒരു വൻ പടമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ ഇതിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഏത് സിനിമയ്ക്ക് വേണ്ടിയാന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ.